നമസ്കാരം. PC ജോർജ് ഊമ്പിപ്പോയി എന്ന് പച്ചക്ക് പറയാതിരിക്കാൻ തരമില്ല. എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത്? മുസ്ലിം വിരുദ്ധത ആവോളം പ്രയോഗിച്ചു. പലതവണ വർഗീയ വിദ്വേഷം പ്രസ്താവനകൾ നടത്തി. താനൊരു യഥാർത്ഥ സംഘിയാണെന്ന് മാലോകരെ ബോധ്യപ്പെടുത്താൻ നിരന്തരമായി മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ നടത്തി. അതുകൊണ്ടു നമ്മൾ 5000 ഹിന്ദു മുസ്ലിം അല്ലാത്ത മുസ്ലിമല്ല മുജിരി അങ്ങനെ പറയുന്നത് പെൺകുട്ടികളെ ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. ആ കുട്ടികളെല്ലാം കൂടി ഒരു കൊല്ലത്തിനകം 5000 മുസ്ലിം കുഞ്ഞുങ്ങളെ പ്രസവിക്കും. അങ്ങനെ പ്രസവിച്ചാൽ ആ നിരത്തി നോക്കിയാൽ 10 കൊല്ലം കൊണ്ട് കേരളം 5000 ഹിന്ദു മുസ്ലിം അല്ലാത്ത മുസ്ലിമല്ല മുജിരി അങ്ങനെ പറയുന്നത് പെൺകുട്ടികളെ ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. ആ കുട്ടികളെല്ലാം കൂടി ഒരു കൊല്ലത്തിനകം 5000 മുസ്ലിം കുഞ്ഞുങ്ങളെ പ്രസവിക്കും. അങ്ങനെ പ്രസവിച്ചാൽ ആ നിരത്തി നോക്കിയാൽ 10 കൊല്ലം കൊണ്ട് കേരളം. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിൽ വിദ്വേഷം വർദ്ധിപ്പിക്കുന്ന രൂപത്തിൽ പലതവണ വിവാദ പ്രസ്താവനകൾ നടത്തിയത് BJPയിൽ മാന്യമായ സ്വീകരണം ലഭിക്കുന്നതിനും പത്തനംതിട്ട സീറ്റ് ലഭിക്കുന്നതിനുമായിരുന്നു. പല പിതാക്കന്മാരെയും സ്വാധീനിച്ചുകൊണ്ട് BJPയിൽ ഒരു സീറ്റ് ഒപ്പിച്ചെടുക്കാമെന്ന് ജോർജേട്ടൻ പ്രതീക്ഷിച്ചു. പക്ഷേ അതിലും അപ്പുറത്തായിരുന്നു എലിസബത്ത് ആൻ്റണിയുടെ കളി. അവർ ചീട്ട് വെച്ച് കാര്യം നടത്തി. ആദ്യം ചീട്ട് വെച്ചത് മകനെ BJPയിൽ എത്തിക്കാനായിരുന്നു. ജോസഫ് അച്ഛൻ വീണ്ടും ചീട്ട് വെച്ചപ്പോൾ പിതാവിൻ്റെ പ്രയാസങ്ങൾ മാറി. വീണ്ടും ചീട്ട് വെച്ചപ്പോൾ മകന് BJPയുടെ അഖിലേന്ത്യാ സെക്രട്ടറി സ്ഥാനം ലഭിച്ചു. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് അവർ പരസ്യമായി പറഞ്ഞിട്ടില്ല. ആദ്യത്തെ പരസ്യ പ്രസ്താവന വിവാദമായതുകൊണ്ടാവാം രണ്ടാമത് പരസ്യമായി പറഞ്ഞിട്ടില്ല. പക്ഷേ എലിസബത്ത് ആൻ്റണി രഹസ്യമായി വീണ്ടും സീറ്റ് വെച്ച് കാണും. അങ്ങനെ BJPയിലേക്ക് പോകുന്ന കാര്യം ആലോചിക്കാൻ പോലും വയ്യ. ഞാനിവിടെ വന്ന് അമ്മയോട് ആലോചന ചോദിക്കാനായിട്ട് ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ അടുത്ത് തുണ്ട് കൊടുത്തു. അച്ഛൻ അമ്മയുടെ കാൽക്കിൽ തുണ്ട് വെച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു അവൻ ജോസഫ് അച്ഛൻ വീണ്ടും സീറ്റ് വെച്ചത് സംശയിക്കാനില്ല അനിൽ ആൻ്റണിക്ക് പത്തനംതിട്ട സീറ്റ് കിട്ടാനായിരിക്കും. BJPയിൽ സീറ്റ് പരാജയപ്പെടുന്ന സീറ്റിന് വേണ്ടി കടിപിടിയാണ്. കോടികളുടെ ഇടപാടല്ലേ. കൊടകരയിൽ കള്ളപ്പണ ഇടപാടിലൂടെ കോടികൾ പിടികൂടിയത് നമുക്കറിയാവുന്നതാണ്. തോൽക്കുന്ന സീറ്റുകളിൽ ലഭിക്കുന്ന വലിയ കോടികൾ, അതിൽ തുച്ഛമായ പണം മാത്രം ചെലവാക്കി ലാഭമുണ്ടാക്കുന്ന ഏർപ്പാടാണ് BJPയുടേത്. അതായത് നിങ്ങളുടെ പാർട്ടിയുടെ ആവശ്യത്തിന് വേണ്ടി 25 തരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ അവിടുത്തെ മണ്ഡലം പാർട്ടി കാര്യങ്ങളാണ്. നിങ്ങളെ പാർട്ടി വിദ്യാഭ്യാസം കൊണ്ട് ഭാവി രക്ഷപ്പെടാതിരുന്ന മകന് BJPയിൽ പോയാൽ ഭാവി രക്ഷപ്പെടുമെന്ന് വെറുതെയല്ല എലിസബത്ത് ആൻ്റണി കണക്കുകൂട്ടിയത്. തൻ്റെ ഭർത്താവ് അഴിമതിയില്ലാതെ ആദർശ രാഷ്ട്രീയം പ്രവർത്തിച്ചതിൻ്റെ പേരിൽ കുടുംബത്തിന് സമ്പാദ്യമൊന്നും ബാക്കിയായില്ലെന്നാണ് എലിസബത്ത് ആൻ്റണി പറയുന്നത്. BJPയിൽ പോയാൽ മകൻ്റെ ഭാവി സുരക്ഷിതമാണ്. ഇതേപോലെ പത്തനംതിട്ട പോലെ 3ാം സ്ഥാനത്തെത്തുന്ന BJPയുടെ നേതാക്കൾ തന്നെ പറയുന്നത് പോലെയാണെങ്കിൽ 3ാം സ്ഥാനത്തും പോയിട്ട് 1 ലക്ഷം വോട്ട് പോലും തികയ്ക്കാൻ കഴിയില്ല എന്ന് പറയുന്ന അനിൽ ആൻ്റണിക്ക് തോൽക്കുന്ന സീറ്റ് ഒപ്പിച്ചു കൊടുത്തത് ഏതായാലും ഭാവി സുരക്ഷിതമാക്കാനാണ്. ജോർജേട്ടൻ എലിസബത്ത് ആൻ്റണിയെ കണ്ടുപഠിക്കണം. ജോർജേട്ടനേക്കാൾ വലിയ കളിയാണ് എലിസബത്ത് ആൻ്റണി കളിച്ചത്. അവർ സീട്ട് കളിച്ചു. ജോർജേട്ടൻ പിതാക്കന്മാരെ സമീപിച്ച് സ്വാധീനിക്കുമ്പോഴത്തേക്കും എലിസബത്ത് ആൻ്റണി മാതാവിൻ്റെ കല്ലറയിൽ സീട്ട് വെച്ച് കാര്യം ഒപ്പിച്ചെടുത്തു. ജയിക്കുന്നുള്ള ആർക്കാ തർക്കമൊന്നേ, അത് നിങ്ങൾക്ക് അറിയാൻ പാടില്ല. ഞാൻ പറഞ്ഞു വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കാൻ കഴിയും. ഇപ്പം തന്നെ ആൻ്റണി സീറ്റ് മാറ്റി ചോദിച്ചെന്നൊക്കെ ചാനലിൽ വന്നുകൊണ്ടിരിക്കുക. അതെന്താ 3 പ്രാവശ്യം നിന്ന് ജയിച്ച് സേവനം ചെയ്ത ആൻ്റണി എന്തിനാണ് PC ജോർജിൻ്റെ പേര് കേട്ടപ്പം ഒട്ടനെ നീക്കണം മാറണം തീരുമാനിക്കുന്നതിന് അതിൻ്റെ ആവശ്യമുണ്ട്. അവിടെ തന്നെ നീക്കണം. അങ്ങേരെ ജനങ്ങളുമായിട്ട് ഇത്ര സമ്പർക്കോലനാന്ന് പറയുന്ന സാഹചര്യത്തിൽ ആൻ്റണി
സി ജോർജിൻ്റെ പേര് കേട്ടിട്ടാണോ അതോ തോമസ് ഐസക്കിൻ്റെ പേര് കേട്ടിട്ടാണോ? തോമസ് ഐസക്കിൻ്റെ പേര് കേട്ടാൽ പോകേണ്ട കാര്യമില്ല. കാരണം തോമസ് ഐസക് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റിന് എത്ര വോട്ട് കിട്ടും? ഒരു വോട്ട് കൂടുതലുണ്ടാവില്ല. തോമസ് ഐസക്കിൻ്റെ പേര് കേട്ട് എത്ര നാളായി? ഇന്നലെ മുതലുള്ള എൻ്റെ പേര്. മതവിദ്വേഷ പ്രസ്താവനകൾ നടത്തിയതും വിവാദങ്ങൾ ഉണ്ടാക്കിയതും എല്ലാം വെറുതെയായി. വെള്ളാപ്പള്ളിയാണ് ആദ്യം പോലെ എന്നെ സ്ഥാനാർത്ഥിയാക്കരുതെന്ന് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ അയാളാണ് BJP സ്ഥാനാർത്ഥി നിശ്ചയിക്കുന്നത്. ഇപ്പോഴെങ്ങോട്ടും പോകാൻ സാധിക്കാതെ ഇടതിനും വേണ്ട വലതിനും വേണ്ട, വേണമെങ്കിൽ BJPയിൽ ഒരടിത്തൂണുകാരനായി അനിൽ ആൻ്റണിയുടെ പൈലറ്റ് വാഹനത്തിൽ പ്രസംഗികനായി ജോർജ് ഏട്ടന് കാലം കഴിക്കാം. നാണക്കേടെ നിൻ്റെ പേരോ PC ജോർജ്. നന്ദി, നമസ്കാരം.